തിരുവനന്തപുരത്ത് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയും പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും NDA സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണിയും കൃഷ്ണകുമാർജിയും നാമനിർദ്ദേശ പത്രിക നൽകി. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. വരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. UDF-ഉം BJP-യും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരമെന്ന് തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് സംശയമില്ല. മറ്റേ തർക്കം രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ്. പക്ഷെ അതിൽ ശരിക്കും ഞാൻ കാണുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മൾ BJP എതിരിക്കാനാണ് നമ്മുടെ ആവശ്യം തിരുവനന്തപുരത്ത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയി രാജ്യസഭാ MP-യും മണ്ഡലത്തിന്റെ ചുമതലയുമുള്ള AA റഹീമിനൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് UDF-ന്റെ ആരോപണത്തിൽ പരാതിയുള്ളവർ നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്ന് വി ജോയി പ്രതികരിച്ചു. നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം, കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ ആലോചിക്കാം. അതെല്ലാം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു വേഗമായി ഒരു ആക്ഷേപം ഉന്നയിക്കലാണോ സാധാരണ നിലയിൽ ചെയ്യേണ്ടത്? കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. KSRTC ജംഗ്ഷനിൽ നിന്ന് പ്രകടനവുമായാണ് കളക്ടർ N ദേവദാസിന് മുൻപാകെ പത്രിക നൽകിയത്. 2 സെറ്റ് പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി പ്രേംകൃഷ്ണന് മുമ്പാകെയാണ് പത്രിക നൽകിയത്. BJP ജില്ലാ നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.